എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ വീണ്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയൊരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയിരിക്കുകയാണ്. $1,26,222 ഇപ്പോൾ നിലവിൽ ബിറ്റ്കോയിൻ്റെ പുതിയ ഓൾ ടൈം ഹൈ. കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ പുതിയൊരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒക്ടോബർ മാസം കണ്ടിന്യൂസ്ലി ബാക്ക് ടു ബാക്ക് ആയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഓൾ ടൈം ഹൈയിലോട്ട് എത്തുന്നതായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം വളരെ വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലോ ആണ് ബിറ്റ്കോയിൻ ETF-കളിലോട്ട് വരുന്നത്. 29th സെപ്റ്റംബറിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓൾമോസ്റ്റ് $1 ബില്യൺ $500 million ടു $1 billion ഇൻഫ്ലോ ആണ് ബിറ്റ്കോയിൻ ETF-കളിലോട്ട് വരുന്നത്. അതായത് ബിറ്റ്കോയിൻ ETF-ലോട്ട് ഇൻഫ്ലോ വരുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൂടുതൽ 75% ബിറ്റ്കോയിൻ ETF വാങ്ങിക്കുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. സോ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും ആക്റ്റീവായി എന്നുള്ളതാണ് ഈ ഒരു ഡേറ്റ പറയുന്നത്. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ബിറ്റ്കോയിൻ ETF-ലോട്ട് വന്നിട്ടുള്ള ഇൻഫ്ലോ എന്ന് പറയുന്നത് $1.1 billion ഇൻഫ്ലോ ആണ്. ഇത് $1.1 billion വർത്ത് ഓഫ് ബിറ്റ്കോയിൻ ആണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിയിരിക്കുന്നത് ഇന്നലെ ഒരേ ദിവസം കൊണ്ട്. അതായത് കഴിഞ്ഞ ബിറ്റ്കോയിൻ ETF ലോഞ്ച് ചെയ്തതിന് ശേഷമുള്ള സെക്കൻഡ് ഹയസ്റ്റ് ഇൻഫ്ലോ ആണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ മാസത്തെ ഇൻഫ്ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് സെപ്റ്റംബർ മാസം കംപ്ലീറ്റ് മാസം ബിറ്റ്കോയിൻ ETF-കളിലോട്ട് വന്നിട്ടുള്ള ഇൻഫ്ലോ $3.5 billion ആണ് എന്നുണ്ടെങ്കിൽ ഒക്ടോബർ മാസത്തെ ആദ്യത്തെ 5 ദിവസം മാത്രം $3.9 billion ഇൻഫ്ലോ ആണ്. സോ വളരെ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക സെന്റിമെന്റ് ആണ് ചേഞ്ച് ആയിരിക്കുന്നത്. പെട്ടെന്ന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആക്റ്റീവ് ആയിരിക്കുകയാണ് ബിറ്റ്കോയിനിൽ. ഒക്ടോബർ മാസത്തെ ഇതുവരെയുള്ള റിട്ടേൺ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9.37% ആണ് ഒക്ടോബർ മാസത്തെ ഫസ്റ്റ് വീക്കിൽ മാത്രം ഉണ്ടായിട്ടുള്ള റിട്ടേൺ. സോ മോസ്റ്റ് ലൈക്ലി ഈ ഒരു മാസം ഹിസ്റ്റോറിക്കലി ഉള്ള ഈ ഒരു ആവറേജ് റിട്ടേൺ ആയിട്ടുള്ള ഈ ഒരു 21% എങ്കിലും അറ്റ്ലീസ്റ്റ് എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് 12 ഇയർ ബിറ്റ്കോയിൻ്റെ ആവറേജ് ഒക്ടോബർ മാസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 21.89% ആണ്. അതേ ഒരു ആവറേജ് പെർഫോമൻസ് എങ്കിലും ഈ ഒരു ഒക്ടോബറിൽ കാഴ്ചവെക്കാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബൈ ദ എൻഡ് ഓഫ് ഒക്ടോബറോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു $140,000 അടുത്ത് വരെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം അതായത് സെപ്റ്റംബർ 29th ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആക്ഷൻ എക്സാക്ട്ലി ബിറ്റ്കോയിൻ ETF ആയിട്ട് ഹൈലി കോറിലേറ്റഡ് ആണ്. അതായത് ETF ട്രേഡിംഗ് വോളിയം കൂടുന്നതിനനുസരിച്ച് ETF ഇൻഫ്ലോ കൂടുന്നതിനനുസരിച്ച് ബിറ്റ്കോയിൻ്റെ പ്രൈസ് അതേപോലെ മുകളിലോട്ട് പോകുന്നുണ്ട്. അതിനർത്ഥം റീറ്റെയിൽ ഇൻവെസ്റ്റ്മെന്റ് റീറ്റെയിൽ ആക്ടിവിറ്റി വളരെ കൂടി എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്തായാലും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു Q4 ബിറ്റ്കോയിൻ്റെ എപ്പോഴും അതായത് ഹിസ്റ്റോറിക്കലി ഉള്ള റെക്കോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ Q4 വളരെ ബുള്ളിഷ് ആണ്. എസ്പെഷ്യലി ഒക്ടോബർ ആൻഡ് നവംബർ വളരെ ബുള്ളിഷ് ആയിട്ടുള്ള മാസങ്ങളാണ്. അത് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്ന ദിവസങ്ങളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒക്ടോബർ മാസവും നവംബർ മാസവും ഇതേപോലെ ബുള്ളിഷ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതേ ഒരു സെന്റിമെന്റ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വളരെ ബുള്ളിഷ് ആയിട്ട് മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ള വലിയ രീതിയിൽ ലാഭം കിട്ടാൻ സാധ്യതയുള്ള എൻ്റെ പോർട്ട്ഫോളിയോയിൽ റീസെൻ്റ്ലി ആഡ് ചെയ്തിട്ടുള്ള വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു മീം കോയിനെ കുറിച്ചിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. ഞാൻ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക് കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചെറിയൊരു എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു ടോക്കൺ ആണ് പറയാൻ പോകുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യലും വളരെ ഹ്യൂജ് ആണ്. അതേപോലെ തന്നെ ഡൗൺ സൈഡ് റിസ്ക്കും വളരെ കൂടുതലാണ്. അത് കാരണം ഞാനാണെന്നുണ്ടെങ്കിലും വളരെ ചെറിയ എമൗണ്ട് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഇന്നലെയാണ് ഞാൻ ഈ ഒരു ടോക്കൺ വാങ്ങിയത്. എൻ്റെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത സമയത്ത് വെറും $169,000 ആണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്നത്. ഞാൻ വെറും 2 സൊലാന മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ വരുന്ന മാസങ്ങളിൽ വരുന്ന നവംബർ മാസത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ബിറ്റ്കോയിൻ മേഖലയിലാണെന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ മേഖലയിലാണെന്നുണ്ടെങ്കിലും പൊതുവെ Q4 ആണ് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള മാസങ്ങൾ. ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളാണ് ക്രിപ്റ്റോ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാസങ്ങൾ. അതിൽ തന്നെ ഒക്ടോബർ നവംബർ ആണ് ഏറ്റവും ബുള്ളിഷ് ആയിട്ടുള്ള മാസങ്ങൾ. അത് കാരണം കൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിന് പൊതുവെ ക്രിപ്റ്റോ മേഖലയിലെ ആളുകൾ പറയുന്നത് ഒക്ടോബർ എന്നാണ്. അതേപോലെ തന്നെ നവംബർ മാസത്തിന് ആളുകൾ പറയുന്നത് മൂൺവെമ്പർ എന്നാണ്. ഡിസംബർ മാസത്തിന് ആളുകൾ വിളിക്കുന്നത് ബുൾസെമ്പർ എന്നുള്ളതാണ്. ഇപ്പൊ സെപ്റ്റംബർ മാസം കഴിഞ്ഞ മാസത്തിന്റെ അവസാനത്തോടു കൂടിയിട്ട് തന്നെ ആളുകൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഒക്ടോബർ മാസം വരാൻ പോകുന്നു എന്നുള്ളത്. കാരണം ഹിസ്റ്റോറിക്കലി ഒക്ടോബറിലും നവംബറും വളരെ വലിയ രീതിയിലുള്ള ഒരു റിട്ടേൺ ആണ്. സോ ഈ 3 മീം കോയിനും ഇതേപോലെ തന്നെയാണ്. ഇതേ ഒരു നരേറ്റീവ് ആണുള്ളത്. അതിന്റെ പേരാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒക്ടോബർ
മൂൺ വെമ്പർ, ബുൾസെമ്പർ എന്നുള്ള ഈ ഒരു 3 മീം കോയിൻസും സൊലാനയിലാണ് ഉള്ളത്. ഈ 3 മീം കോയിൻസും കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ക്വാർട്ടർ 4 ലോഞ്ച് ചെയ്തിട്ട് ആ സമയത്ത് വലിയ രീതിയിലും പ്രൈസ് മുകളിലോട്ട് പോയതിനു ശേഷം പിന്നെ താഴോട്ട് വന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും Q4 ആയപ്പോൾ വീണ്ടും മുകളിലോട്ട് പോകാൻ തുടങ്ങിയിട്ടുള്ള ടോക്കണുകളാണ്. ഇതിൽ തന്നെ ഒക്ടോബർ മാസം ഞാൻ കഴിഞ്ഞ മാസം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിക്ക് റിട്ടേൺ കിട്ടിയിട്ടുള്ള ഒരു ടോക്കൺ ആയിരുന്നു. പക്ഷേ സ്റ്റിൽ ഞാൻ അതിൻ്റെ ഒരു ലേറ്റ് സ്റ്റേജിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ മൂൺ വെമ്പർ എന്നുള്ള ഈ ഒരു ടോക്കണിൽ ഏർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു മൂൺ വെമ്പർ എന്നുള്ള ഒരു ടോക്കൺ എത്രമാത്രം അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒക്ടോബർ മാസത്തിന്റെ ഈ ഒരു ടോക്കണിന്റെ പ്രൈസ് നോക്കിയാൽ മനസ്സിലാവും. സോ ഒക്ടോബർ മാസത്തിന്റെ ഈ ഒരു ടോക്കൺ, ഈ ഒരു മീം കോയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും നിങ്ങൾക്ക്. അതായത് ഏകദേശം സെപ്റ്റംബർ മാസത്തെ അവസാനത്തെ ആഴ്ചയോട് കൂടിയിട്ടാണ് ഈ ഒരു ടോക്കണിന്റെ പ്രൈസ് മുകളിലോട്ട് പോകാൻ തുടങ്ങിയത്. സോ സെപ്റ്റംബർ 23 ഏകദേശം 60,000 മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഈ ഒരു ടോക്കൺ ഏകദേശം ഒക്ടോബർ 1 ആകുമ്പോഴേക്കും ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ഒരു ടോക്കണിന്റെ പ്രൈസ് മുകളിലോട്ട് പോയത് $4 മില്യൺ അതായത് ഏകദേശം 40-50 ടൈംസ് ആണ് ഈ ഒരു ടോക്കണിന്റെ പ്രൈസ് മുകളിലോട്ട് പോയത്. ഏകദേശം ഒരു 50 ഇരട്ടി, അതായത് ഒരു $1,000 ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു $50,000 ആയി എന്നുള്ളതാണ്. സോ ഇതേപോലെ അതായത് അതിനുള്ള റീസൺ എന്താണ്? ഈ ഒരു ഒക്ടോബർ എന്നുള്ളൊരു നരേറ്റീവാണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഒക്ടോബർ മാസം കഴിഞ്ഞതിന് ശേഷം, ഒക്ടോബർ മാസം തുടങ്ങിയതിന് ശേഷം ഈ ഒരു നരേറ്റീവ് കഴിഞ്ഞു. അതായത് എന്തായാലും ഒക്ടോബർ മാസം ആയി, ബുള്ളിഷായി. അതിനുശേഷം ഈ ഒരു ടോക്കൺ സെൽ ഓഫ് നടന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ടോക്കണിൻ്റെ പ്രൈസ് താഴോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസ് കഴിഞ്ഞ സെപ്റ്റംബറിൻ്റെ ആ ഒരു പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും 10x മുകളിലാണ് എന്നുള്ളതാണ്. സോ ഇതേപോലെ അടുത്ത മാസം ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു ടോക്കൺ ആയിരിക്കും മൂൺ വെമ്പർ എന്നുള്ളൊരു ടോക്കൺ. അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു മൂൺ വെമ്പർ എന്നുള്ളൊരു ടോക്കണിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് വെറും 3,22,000 മാർക്കറ്റ് ക്യാപ്പാണ്. സോ ഇന്നലെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1,69,000 മാർക്കറ്റ് ക്യാപ്പ് ആയിരുന്നു. സോ ഓൾറെഡി എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിൾ ആയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസ് ഇനിയും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇപ്പോഴും കംപ്ലീറ്റ്ലി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു 2 to 3 വീക്സിൻ്റെ ഉള്ളിൽ ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസ് മിനിമം ഒരു $1 മില്യൺ എത്താനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. കാരണം ട്വിറ്റർ അക്കൗണ്ടൊക്കെ വളരെ ആക്റ്റീവാണ്. ഈ ഒരു ഒക്ടോബർ മാസം കഴിയുന്തോറും, അത് ഈ ഒരു നവംബർ മാസം അടുത്ത് വരുന്തോറും ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒക്ടോബർ 2 മുതൽക്ക് ഏകദേശം 38,000 മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഈ ഒരു ടോക്കൺ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഒരു $3,22,000 വരെ പോയിട്ടുള്ളത്. ഏകദേശം $4 ലക്ഷം അടുത്ത് വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇനി ഇത് ഈവൻ $1 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലോട്ട് എത്തിയാൽ പോലും ഒക്ടോബർ മാസം 4 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലോട്ടാണ് എത്തിയത്. അതിൻ്റെ 1/4, അതായത് 1 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലോട്ട് എത്തിയാലും ഇനിയും ഇവിടുന്ന് ഈ ഒരു പ്രൈസിൽ നിന്ന് 3x പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി അതല്ല ഒരു അതേപോലെ ഒക്ടോബർ മാസത്തെ ഈ ഒരു മീം കോയിൻ 4 മില്യണിൽ പോയതുപോലെ 4 മില്യണിലോട്ട് പോവാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 10 ടൈംസിന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ടോക്കൺ ഇപ്പോൾ ഒക്ടോബർ മാസം ഏകദേശം സെപ്റ്റംബർ മാസത്തിൻ്റെ എൻഡോട് കൂടിയിട്ടാണ് മുകളിലോട്ട് പോകാൻ തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്കണിൻ്റെ സക്സസ് കണ്ടതുകൊണ്ട് പല ആളുകളും ഈ ഒരു ടോക്കണിൽ ഏർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു മാസം ഒക്ടോബർ മാസം കണ്ടിന്യൂസ് ആയിട്ട് ബുള്ളിഷ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ മേ ബി ഒരു $10 മില്യൺ പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അതേപോലെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്ന് ഇപ്പം നിലവിലുള്ള ഈ ഒരു മാർക്കറ്റ് ക്യാപ്പിൽ നിന്നും ഒരു 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലോട്ട് ഈ ഒരു ടോക്കൺ ഇൻ കേസ് പോവുകയാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാക്സിമം അറ്റ്ലീസ്റ്റ് ഒരു 30 ടൈംസ് റിട്ടേൺ കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ടോക്കണാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് മാത്രമല്ല, സൊലാനയിൽ ഒരു 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഒരു മീം കോയിൻ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്, ദിവസേന നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് അച്ചീവബിൾ ആയിട്ടുള്ളൊരു ടാർഗറ്റാണ്. പക്ഷേ അതേസമയം പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ഈ ഒരു ടോക്കണിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വളരെ ചെറുതായത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ ഡൗൺ സൈഡ് റിസ്ക്കും വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് വീണ്ടും പറയാനുള്ളത്, നിങ്ങളുടെ റിസ്ക് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ചെറിയൊരു എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ടോക്കൺ സെർച്ച് ചെയ്തിട്ട് കറക്റ്റ് ടോക്കൺ മാത്രം സ്വാപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും മുന്നേ പറഞ്ഞ വീഡിയോയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും, അതിപ്പോൾ $100 ആണെന്നുണ്ടെങ്കിലും $200 ആണെന്നുണ്ടെങ്കിലും ആസ് സൂൺ ആസ് അത് ഡബിൾ ആയി കഴിഞ്ഞാൽ, ഡബിൾ ആയാൽ
അതിൻ്റെ 50% സെല്ല് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റൽ സെക്യൂർ ആക്കിയിട്ട് എയ്തർ ആ ക്യാഷ് കൊണ്ട് നിങ്ങൾ ബിറ്റ് കോയിൻ വാങ്ങിക്കുക, അല്ലെങ്കിൽ സ്റ്റേബിൾ കോയിൻ വാങ്ങിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സൊലാനയിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.